ഇതൊക്കെ ജനിച്ചു വളർന്ന കുടുംബത്തിന്റെ കൾച്ചറാ. കുടിച്ചു വഴുവിലാൻ നടക്കുന്ന തന്തയുടെ മകൻ ഇങ്ങനെയൊക്കെ ആയി തീരും. അതുകൊണ്ട് ഞാൻ എന്റെ കാര്യം പറയാം. നീ അനുസരിക്കണം, അനുസരിച്ചേ പറ്റൂ. എന്താ മാമ? ഇനി ഒരു ദിവസം പോലും നിങ്ങൾ ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല. റോസി, നീ എന്താണ് ഈ പറയുന്നത്? പറഞ്ഞത് മനസ്സിലായില്ലേ? ഇല്ല. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇന്ന് തന്നെ നമ്മുടെ വീട്ടിൽ ഷിഫ്റ്റ് ചെയ്യണം. ഇനി അവിടെ താമസിച്ചാൽ മതി. ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. എനിക്കിവിടെ മതിയായി. മമ്മ, ഒരു മിനിറ്റ്, ഇപ്പൊ വന്നേക്കാം. ഒന്ന് പാക്ക് ചെയ്തോട്ടെ. റോസി, നീ എന്താണ് ഈ ചെയ്യുന്നത്? ഇതത്ര ശരിയല്ല. അവൾ ബാബുവിന്റെ ഭാര്യ. ഈ വീട്ടിലാണ് അവൾ കഴിയേണ്ടത്. പെട്ടെന്ന് ഒരു തീരുമാനമെടുത്ത് മണ്ടത്തരമൊന്നും കാണിക്കരുത്. റോഷി എന്തും ആലോചിച്ച് ചെയ്യാറുള്ളൂ. ബാബുവിനെ ഇനി ഇങ്ങനെ വിറ്റാ പറ്റില്ല. ഞാനൊരു വിസ അറേഞ്ച് ചെയ്യുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവരോടൊന്ന് പാക്ക് ചെയ്യണം. എങ്ങനെയുണ്ട്? അതാണ് റോഷി. നോ, റോസി വില്യംസ്. പോകാം അമ്മ. ബാബു എവിടെ? ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, അവൻ വരുന്നില്ലെന്ന്. വരുന്നില്ലെങ്കിൽ വേണ്ട, എവിടെയെങ്കിലും പോയി തരട്ടെ. നമുക്ക് പോകാം അമ്മ. നോ, വരുന്നെങ്കിൽ നിങ്ങൾ ഒരുമിച്ച്. നീ ഒറ്റയ്ക്ക് അവിടെ നിൽക്കാൻ പാടില്ല. ഞാൻ സമ്മതിക്കില്ല. ഭർത്താവിനെ പിരിഞ്ഞ് വിധയെ പോലെ സ്വന്തം വീട്ടിലേക്ക് നിന്റെ കാണുക ഇഷ്ടമല്ല. ബാബു നിന്റെ ജീവിതത്തിൽ രണ്ടാമത്തെ പുരുഷനാണ്. ഒരു മാസത്തെ ദാമ്പത്യത്തിന് ശേഷം എന്തോ ചെറിയ കാരണം പറഞ്ഞ് നീ പെട്ടിയെടുത്ത് വീട്ടിലേക്ക് പോകുന്നതിന് നമ്മൾ ഒരുപാട് അനുഭവിച്ചതാ. നീ ഒരുപാട് കരഞ്ഞതാ. ഇനിയും വേണ്ട. അവനും നഷ്ടപ്പെടാനില്ല. നഷ്ടം നിനക്ക് മാത്രമായിരിക്കും. സോ വരുന്നെങ്കിൽ നിങ്ങൾ ഒരുമിച്ച്. നീ ഒരു പെണ്ണല്ലേ, കാണട്ടെ നിന്റെ മിടുക്ക്. നീ മമ്മയുടെ മോളാണെങ്കിൽ ഇന്നത്താഴം നമ്മൾ ഒരുമിച്ച്. ഓക്കെ? ഷെർലി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട, നീ ഒന്നും പറയണ്ട. നീ ഇത്രയ്ക്ക് വൃത്തികെട്ടവളാണ് ഞാൻ അറിഞ്ഞില്ല. തെണ്ടി നടക്കുന്ന ഒരു പെണ്ണിനെ. ഞാൻ പറഞ്ഞില്ലേ, സോറി, എനിക്കൊരു അബദ്ധം പറ്റി. നീ എന്നോട് ക്ഷമിക്ക്. ഇല്ല, ഇതൊരു പെണ്ണിന് സഹിക്കാൻ പറ്റില്ല. നീ ഒരാളെ കൊന്നിട്ട് വന്നാൽ പോലും ഞാൻ ക്ഷമിക്കും. പക്ഷെ ഇനി ഞാൻ അങ്ങനെ പുറത്തിറങ്ങി നടക്കും. എന്റെ ഫ്രണ്ട്സിന്റെ മുഖത്ത് ഞാൻ അങ്ങനെ നോക്കും. എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം പറ? ആത്മഹത്യ ചെയ്യണം? എന്റെ ശവം കണ്ട തൃപ്തിയാവും നിനക്ക്? നിന്റെ ശവം കണ്ടിട്ട് എനിക്കെന്ത് സന്തോഷം ഉണ്ടാകാനാ? പിന്നെ എന്താ വേണ്ടത്? കൊലക്കയറി നിന്നെ രക്ഷപ്പെടുത്തിയത് എന്റെ മമ്മയാ. കുറ്റമേറ്റ വാടക പ്രതി അത് നിഷേധിക്കാൻ അധിക സമയമൊന്നും എടുക്കില്ല. നിനക്ക് ജയിലിലേക്ക് തിരിച്ചു പോണോ? വേണ്ട അല്ലേ? എങ്കിൽ ഞാൻ പറയുന്നത് എന്തും നീ അനുസരിക്കേണ്ടി വരും. നിന്നെ സപ്പോർട്ട് ചെയ്യാത്ത നിന്റെ വീട്ടിൽ ഇനി എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്റെ വീട്ടിലേക്ക് പോകുന്നു. എന്താ? പറ്റില്ലെങ്കിൽ പറഞ്ഞോ. പോകാം. ഗുഡ്. എങ്കിൽ പോയി എടുക്കാനുള്ളത് എന്താന്ന് വെച്ചാ എടുത്തോ. പെട്ടെന്നാകണം. എന്താ വേഗം പെട്ടുകയായിട്ട്? ഷർലിമോൾ എങ്ങോട്ട് പോകുന്നു? ചോദിച്ച കേട്ടില്ല എവിടെ പോകണമെന്ന്. ഞങ്ങൾ എന്റെ വീട്ടിലേക്ക് പോവാ. എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല. മോനെ പോലീസുകാരെ കൊണ്ട് പോയി കൊന്നോളമെന്നാ കരുതിയതല്ലേ? പക്ഷേ നിങ്ങൾക്ക് അവനെ വേണ്ടെങ്കിലും എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടപ്പോ സമനിലറ്റി എന്തൊക്കെ പറഞ്ഞു പോയതാ. എന്റെ മോനെ ഓക്കപ്പിക്കിടക്കാൻ എനിക്ക് സഹിക്കാൻ പറ്റുമോ? അവനെ പുറത്തിറക്കാൻ വേണ്ടി വക്കീലിനെ കൊണ്ട് സ്റ്റേഷനിൽ പോയി വരുന്ന വഴിയാ. അവനെ വിട്ടെന്നറിഞ്ഞോ? സന്തോഷായി. എവിടെ എന്റെ മോൻ? ഞാനിത് വിശ്വസിക്കണം. നിർബന്ധമില്ല. ആരായിട്ടാണല്ലോ അവനിങ്ങ് വന്നല്ലോ. അതിന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോണെന്തിനാ? ഇത് ബാബുവിന്റെ വീടാ, നിങ്ങളുടെ വീട്. നിങ്ങൾ ഈ വീട്ടിലാണ് ജീവിക്കേണ്ടത്. ഇതൊരു വീടാണോ? കുടിയനും കുറ്റവാളിയും മന്തിയുറങ്ങുന്ന സത്രമായത്. ആർക്കും ആരോടും ദയവും സ്നേഹവും ഇല്ലാത്ത ഒരു വഴിയമ്പലം. ഇവിടെ കഴിയുന്ന ഓരോ നിമിഷം എനിക്ക് ശ്വാസം മുട്ടല. ഷേർലി പോയിരിക്കും. അമ്മയെ പെങ്ങളെ തിരിച്ചറിയാത്ത വൃത്തികെട്ടവനാ നിങ്ങളുടെ മോൻ. നിങ്ങൾ അവന്റെ തന്തയല്ലേ? കുടിച്ചു ബോധമില്ലാതെ വന്ന് നിങ്ങൾ എന്നെ കയറി പിടിച്ചാൽ അതിന് ഞാൻ നിങ്ങൾ തരണം. കശാപ്പുകാരനാ, കുടിയനാ, പക്ഷെ ആഭാസനല്ല. ഇനി ഒരു അക്ഷരം ശബ്ദിച്ച
നിന്റെ നാക്ക് ഞാൻ പിടിച്ചെടുക്കും. താനെന്നെ തല്ലിയല്ലേ? താനെന്നെ തല്ലിയല്ലേ? കാണിച്ചു തരാം. ഈ ഷേർലി ആരാണെന്ന് തനിക്ക് ഞാൻ കാണിച്ചു തരാം. അമ്മേ, അമ്മേ, ബാബു, ഒന്നിങ്ങ് വന്നേ. എന്താ? എന്താ? എന്താ ഷേർലി? എന്താ? എന്താ? ഇയാൾ എന്നെ കയറി പിടിച്ചു. കള്ളമ്മ പറയുന്നത് നീ ഇത് വിശ്വസിക്കരുത്. വായിക്കോ. അയ്യോ മോനെ, ഇവിടെ കള്ളമ്മ പറയുന്നത് മോനെ നമ്മളെ വിശ്വസിക്കണ്ട. അമ്മയും പെങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന മൃഗം നിങ്ങൾക്ക് ഭ്രാന്താണ്. നീ കുടുംബം നശിപ്പിക്കാൻ വന്ന പിശാച്. പിടിച്ചു കെട്ടി ഏതെങ്കിലും ഭ്രാന്താശുപത്രി കൊണ്ടുപോയി തള്ളു. അവിടെ നിൽക്കാൻ ഭ്രാന്തായിപ്പോയി. ഇനിയും ഇയാൾ അഴിച്ചുവിട്ട ഈ വീട്ടിലൊരു കൊലപാതകം നടക്കും. അതുകൊണ്ട് ഏതെങ്കിലും ഭ്രാന്താശുപത്രി കൊണ്ടുപോയി തള്ളാൻ പോവാ. നിനക്ക് ഇയാൾ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി തള്ളാം, ചികിത്സിക്കാം. അതൊക്കെ നിങ്ങളുടെ കാര്യം. പക്ഷേ എനിക്ക് തരാനുള്ള കാശ് ആര് തരും? നീ തരുവാണ്. കാശ് തരാനുള്ളവൻ കൺവട്ടത്ത് വേണം, ഇല്ലെങ്കിൽ അത് കിട്ടാക്കടമായി പോകും. അതുകൊണ്ട് ഇയാളെ ഞാനങ്ങ് കൊണ്ടുപോകുക. എന്റെ കാശിനോട് തീരുമാനമാകട്ടെ, എന്നിട്ട് വിട്ടുതരാം. എന്താ, ആർക്കൊന്നും പറയാനില്ല? പിള്ളേച്ച, ഞാൻ വർക്കിമാപ്പിളെ, തനിക്ക് ഞാനൊരു അവസരം കൂടി തരാം. ഈ നിൽക്കുന്നവരിൽ ആരെങ്കിലും ഒരേ ഒരാൾ ബലമായിട്ട് പറഞ്ഞാൽ തനിക്ക് ഞാനൊരു അവധി കൂടി തരും. ഒരു ജാമ്യം, സ്വന്തം വീട്ടിൽ നിന്നൊരാൾ ജാമ്യം. ഇല്ല, ആരുമില്ല. സന്തോഷത്തിലും ദുഃഖത്തിലും കൂടെ നിൽക്കാൻ അൾത്താര സാക്ഷിയാക്കി താലി കെട്ടിയ ഭാര്യയ്ക്ക് വേണ്ട. നേർച്ചയും കാഴ്ചയും വെച്ച് ആറ്റുനോട്ടുണ്ടായ പൊന്നുമോനും അപ്പനെ വേണ്ട. സന്തോഷായി വർക്കിയുടെ ജീവിതത്തിന് ശമ്പളം കിട്ടിയ ദിവസായി എന്ന് സന്തോഷായി. ഇനി തനിക്കെന്നെ കൊണ്ടുപോകാം. ലോകത്തെവിടെയെങ്കിലും മനുഷ്യനെ മനുഷ്യൻ വിൽക്കുന്ന ചന്തയുണ്ടെങ്കിൽ വർക്കിയെ വിട്ട് കാശാക്കാം. എന്തിനും ഈ തോറ്റുപോയവൻ ഒരുക്കുക. ഈ ശപിക്കപ്പെട്ടവൻ തയ്യാറാ.